മിമിക്രി കോമ്പറ്റീഷൻ. മിമിക്രി കോമ്പറ്റീഷൻ ആയിട്ട് ഇവിടെ എത്തുന്നു ജയപ്രസാദ് ആൻഡ് പ്രദീപ്. ജയപ്രസാദ് വീണ്ടും സ്വാഗതം കേട്ടാ. കഴിഞ്ഞ പ്രാവശ്യം വന്നു പോയിട്ട് ഷോയൊക്കെ ഉണ്ടോ? ഷോ ഉണ്ട് സാറേ. ആണ്. അന്ന് സ്പെഷ്യൽ അല്ലേ ചെയ്തിരുന്നത്? സ്പെഷ്യലും ചെയ്തിരുന്നു. അത് കഴിഞ്ഞ ഒരു എപ്പിസോഡും ചെയ്തായിരുന്നു. 26. ഇന്ന് ആരൊക്കെയാ അപ്പോൾ ലിസ്റ്റിലുള്ള? ഇന്ന് നമ്മുടെ MS വിശ്വനാഥ് സാറ്, ഉദയഭാനു സാറ്, ദേവരാജ മാസ്റ്റർ. ലെജൻഡ്സ് ആണ് അല്ലേ? പ്രദീപ് ആദ്യമായിട്ടല്ലേ? പ്രദീപ് എവിടെ വീട്? തൃശ്ശൂർ ജില്ലയിലെ വെങ്ങിണിശ്ശേരി എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഓക്കെ, അവിടെ എന്താ ചെയ്യുന്നത് പ്രദീപ്? സ്വർണ്ണപ്പണിയാണ്. സ്വർണ്ണപ്പണിയാണ്, അത് ശരി. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ മിമിക്രിയും കൊണ്ടു നടക്കുന്നുണ്ട്. അതെ അതെ. ആരൊക്കെ ലിസ്റ്റിലുള്ള? ധർമ്മജൻ ചേട്ടൻ, ഷറഫുദ്ദീൻ ചേട്ടൻ, കലാഭവൻ ഹനീഫിക്ക. നമ്പർ പറയും ജയപ്രസാദ്. നമ്പർ 1. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 1. ഗോപകുമാർ സാർ. നിങ്ങളെ എല്ലാവരെയും കണ്ണാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്റെ പൊന്നനിയന്മാരെ, ഇതിനു മുമ്പ് അകത്തോട്ട് പോയിട്ടുള്ളവരാരും പിന്നെ തിരിച്ചിങ്ങോട്ട് വന്നിട്ടില്ല. വിഷം പുരട്ടിയ അമ്പുമായിട്ട് മലയരയന്മാരിങ്ങനെ കാത്തിരിക്കുക മനുഷ്യമാംസം തിന്നാൻ. ആ മലയാരന്മാരാരാ? ഓക്കെ, നമ്പർ പറയും പ്രദീപ്. നമ്പർ 4. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 4. KP ഉദയഭാനു സാർ, അദ്ദേഹത്തിന്റെ ലിസ്റ്റിലുണ്ട്. ശ്രമിച്ചു നോക്കാം. തുമ്പപ്പൂ പെയ്യണ പൂനീലാവേ. കുറച്ച് മെഡിസിൻ എടുത്ത് ഇവന്റെ അണ്ണാക്കിൽ ആദ്യം തള്ളു. ഇവന്റെ പ്രാന്ത് ആദ്യം മാറട്ടെ. നന്നായിട്ട് പാടി കേട്ടാ. ഓക്കെ ജയപ്രസാദ്, നമുക്ക് കേൾക്കാം. പെണ്ണായി പിറന്നെങ്കിൽ മണ്ണായി തീരുവോളം കണ്ണീരു കുടിക്കാലോ, ദിനവും കണ്ണീരു കുടിക്കാലോ. പെണ്ണായി പിറന്നെങ്കിൽ മണ്ണായി തീരുവോളം കണ്ണീരു കുടിക്കാലോ, ദിനവും കണ്ണീരു കുടിക്കാലോ. ജയപ്രസാദിന്റെ എന്ന നമ്പറാണ്. അടുത്ത നമ്പർ പറയും. നമ്പർ 6. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 6. ഷാറുഖ് ഖാൻ. ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗി. വയസ്സുകളൊക്കെ തോനായില്ലേ? ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കണേ. ഓക്കെ, പ്രദീപിന്റെ നമ്പർ. നമ്പർ 9. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 9. ഉദിത് നാരായണൻ. ചിലമ്പൊലിക്കാറ്റെ ഒന്ന് ചിറ്റിയടിച്ചാട്ടെ, മഴ തുള്ളി തുളുമ്പ്യാട്ടെ. മണ്ടകടാപ്പി, നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ. Stupid, shut up in front of my friend and daughter. You will not see any of my minutes today. ഇറങ്ങി പോടേ. അപ്പോ അടുത്ത ലാസ്റ്റ് നമ്പർ. നമ്പർ 7. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 7. സഖാവ് VS അച്യുതൻ. വളരെ ശക്തമായി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നിയാസം ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. നമ്പർ 11. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 11. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഒരു പാഴ്മോഹന്റെ പൊട്ട മനസ്സിൽ തോന്നിയപ്പോ ഞാനോട് ഇങ്ങോട്ടാ വന്നത്. എന്തിനായിരുന്നു ഈ പാവം പെണ്ണിനെ കൊണ്ട് സ്വപ്നം കാണിച്ചത്? ഈ കണ്ണീര് കാണാനോ? നിർത്തോ? ഓക്കെ പ്രജോട്ടാ, ഒന്ന് വരൂ. അപ്പൊ ഇനി ജയപ്രസാദിന്റെ 2 ഗാനങ്ങളും കൂടി ഉണ്ട് അല്ലേ? അതെ, ദേവരാജൻ മാസ്റ്റർ, MS വിശ്വനാഥ് സാർ. ഓക്കെ, ആദ്യം ആരാണ്? ദേവരാജൻ മാസ്റ്റർ. ദേവരാജൻ മാസ്റ്റർ. അമ്പിളിയിലെ കണ്ണെറിയും നോളെ ആമരത്തിൻ പൂന്തണലിലെ വാടി നിൽക്കുന്നോളെ, വാടി നിൽക്കുന്നോളെ.
അപ്പൊ ഇനി അടുത്തത് MS വിശ്വനാഥ് സാറിന്റെ. ഹൃദയവാഹിനി ഒഴുകുന്നു മധുരസ്മേര തരംഗിണിയ മധുരസ്മേര തരംഗിണിയ ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുരസ്മേര തരംഗിണിയ മധുരസ്മേര തരംഗിണിയായി കാലമാകാശ ഗോപുരമുകളിൽ കാലമാകാശ ഗോപുരമുകളിൽ കൽപ്പനതൻ കളകാഞ്ചികൾ തേടി ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുരസ്മേര തരംഗിണിയ മധുരസ്മേര തരംഗിണിയ. സഹു നീ ഒരു കാര്യം ചെയ്തേക്ക്, നീ അവളെ കാണുമ്പോ തന്നെ ഐ ലവ് എന്ന് പറഞ്ഞേക്ക്. അത് നിന്റെ സ്വപ്നം പോലെ അവള് നീയും പ്രേമത്തിലാവും. നിങ്ങളുടെ പ്രേമം പൂക്കും, തളിർക്കും, കായ്ക്കും, പടർന്ന് പന്തലിക്കും. എടാ നിന്റെ പ്രണയത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഈ കട്ടപ്പനയിൽ ഞാൻ ഒരു താജ്മഹൽ പണിയോടാ, താജ്മഹൽ. നീ ഇന്നലെ കാശ് കൊണ്ടുവരാന്ന് പറഞ്ഞേ, പിന്നെ കാശ് കൊണ്ടുവരണ്ടേ? വേഗം അവിടെ ടോയ്ലറ്റിന്റെ അവിടെ ഉണ്ട്. കാശ് കടം കൊടുക്കണതല്ല, ചോദിക്കണതാണ്. കലാഭവൻ ഹനീഫിക്ക, നിന്നെ പോലുള്ള ആൾക്കാരുകളാണടാ തൊഴിലാളി വർഗത്തിന്റെ നാണക്കേട് നടക്കുന്നത്. നീ നന്നായ നിന്റെ വീട് നന്നായി, നിന്റെ വീട് നന്നായ നാട് നന്നായി, നാട് നന്നായ ഈ ലോകം തന്നെ നന്നായി. ഇതിനെ നമ്മുടെ കുടുംബാംഗവും പുതിയൊരു അംഗമാണ് അല്ലേ? അതെ, രണ്ടുപേരും ജയപ്രസാദും പ്രദീപും രണ്ടുപേരും കിടിലം പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ജയപ്രസാദിനെ എടുത്തു പറയുന്നത്, ജയപ്രസാദ് ഇവിടെ ആദ്യം ജയപ്രസാദിന് കൈയ്യടി കൊടുക്കേണ്ടത് എടുത്ത സോങ്ങിന്റെ സെലക്ഷൻ ഗംഭീരമായിരുന്നു. 3 പേരെയും KP ഉദയഭാനു സാറിൻ്റെ പാട്ട് നമ്മളിതുവരെ ഈ വേദിയിൽ ആരും അനുകരിക്കാത്തൊരു പാട്ടായിരുന്നു. അതുപോലെ MS വിശ്വനാഥ് സാറ്, അതുപോലെ നമ്മുടെ ദേവരായ മാസ്റ്റർ. ഗോൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന പോലെ ജയപ്രസാദിൻ്റെ എല്ലാ ഐറ്റങ്ങളും ഗോൾഡാണ് കേട്ടോ. ഗംഭീര പെർഫോമൻസ് ആണ്. ആദ്യം ടീച്ചർ വന്നപ്പോഴത്തേക്കും പ്രജോസേട്ടൻ എന്നോട് പറഞ്ഞായിരുന്നു, ഞാൻ 15 പേരുടെ പാട്ട് ഞാൻ ഇമിറ്റേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് ഈ അടുത്ത മാസം 15 പേരുടെ പാട്ടും ഇമിറ്റേറ്റ് ചെയ്തൊരു ഓർക്കസ്ട്രയോടുകൂടി ഗാനമേള കിട്ടിയിട്ടുണ്ട്. ഏറ്റവും അപ്പോൾ എന്തായാലും പ്രദീപ് ഇവിടെ ആദ്യമായിട്ടാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. പ്രദീപ് ഇന്നെടുത്ത 3 സ്റ്റാർസും, പ്രത്യേകിച്ച് ധർമ്മജൻ, ഷറഫുദ്ദീൻ, പിന്നെ മൂന്നാമതെടുത്ത നമ്മുടെ ഹനീഫിക്ക അങ്ങനെ അധികം ആരും അനുകരിക്കാറില്ല, പക്ഷേ 3 സ്റ്റാർസും ഗംഭീരമായിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് ഈ കോമഡി ഉത്സവത്തിൽ വന്നാൽ ഇപ്പോൾ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നത് പെട്ടെന്ന് പാസ്പോർട്ട് എടുക്കുക എന്നുള്ളതാണ്. വേറെ അടുത്ത വേദി ഗൾഫിലേക്കൊക്കെയാണ് ഒരുപാട് വേദികളായിട്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് പാസ്പോർട്ട് ഉണ്ടല്ലോ അല്ലേ? പാസ്പോർട്ട് ഉണ്ട്. അപ്പോൾ റെഡി ആയിട്ടിരിക്കുക. ഇനി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഗൾഫിലൊക്കെ പോയി ഒരുപാട് വേദികൾ ചെയ്യുക, നമ്മുടെ ഇവിടെ വേദികൾ ചെയ്യുക. 2 പേർക്കും ഒരുപാട് വേദികൾ കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്. എല്ലാ വോയിസും ഡിഫറെൻ്റ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ധർമ്മജൻ നന്നായിരുന്നു. സർഫുവിൻ്റെ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല, കൂടുതലായിട്ട് കേട്ടിട്ടില്ല, അസലായിരുന്നു. ഹനീഫ്ക്കയുടെ ആദ്യമായിട്ടാണ് ഈ പറയുന്ന രീതിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നത്. ഗംഭീരമായിരുന്നു. ഹനീഫ്ക്ക് സംസാരിക്കുന്ന പോലെ തന്നെ ഉണ്ട്. പ്രജോ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഉദയഭാനു സാറിൻ്റെ ഒരു ഡിഫറെൻ്റ് വേറൊരു പാട്ടായിരുന്നു. സാറിന് സ്ഥിരമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നതെല്ലാം പാട്ട് വേറെയാണ്. ഇത് ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു വേറൊരു പാട്ട് പാടിയിട്ട് കേൾക്കുന്നത്. ബാക്കി 2 വോയിസും നന്നായിരുന്നു, ഗംഭീര. ദേവരായ മാഷ് കറക്റ്റായിരുന്നു, അസലായിരുന്നു. രണ്ടുപേരെയും പ്രജോന്റെ കൈപിടി ചെയ്യിപ്പിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് രണ്ടുപേരും.